ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. തൊലിയൊക്കെ നന്നായിട്ട് കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കെങ്ങനെയാണ് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതുപോലെ നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിൽ കുരു ഞാൻ കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് സ്റ്റീം ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ തന്നെ ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് മാഷ് ചെയ്തെടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ചൂടോടുകൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം 1 ടീസ്പൂൺ ബട്ടർ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. പാല് ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാകും എത്രത്തോളം പാല് വേണമെന്നുള്ളത്. അധികം പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ പാല് മാത്രം മതിയാകും. പാലിന് പകരം വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. പാല് ചേർക്കുമ്പോൾ ഒന്നുകൂടി രുചി കൂടും, അത്രമാത്രം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി പാല് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഓൾറെഡി ഇതിലേക്ക് പഴമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് പാല് മാത്രം മതിയാകും. നമുക്ക് നല്ലതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗറിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റിക്ക് പോലെ ചെയ്തെടുക്കാം. ഇനി അതല്ല സ്ക്വയറായിട്ട് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ബോൾസ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. കൈയുടെ അടിയിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കൈയുടെ അടിയിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് നല്ലതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 21 പീസസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇവിടുന്ന് തയ്യാറാവട്ടെ. വേറെ അടുപ്പിൽ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ ഓയിലിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട, അപ്പോൾ ഇത് ഹാർഡായി പോകും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പഴമൊക്കെ ചേർത്തത് കാരണം വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത്
ഷുഗർ സിറപ്പിന് ചെറിയ ചൂടുണ്ടായിരിക്കണം. എന്നാലും മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് കോരി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ബാച്ച് ഫ്രൈ ആയി വരുന്നത് വരെ ഇതിങ്ങനെ ഷുഗർ സിറപ്പിൽ കിടക്കട്ടെ. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ ആരും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഷുഗർ ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഈ സമയം കൊണ്ട് നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതിപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇതിലോട്ട് നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അബ്സോർബ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. അതിനുശേഷം അടുത്ത ബാച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ജ്യൂസി ആയിട്ടുള്ള സ്നാക്കാണ്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. തൊലിയൊക്കെ നല്ലതുപോലെ കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.